യേശുദേവന്റെ 12 ശിഷ്യന്മാരിൽ 10 ആളെയും യൂറോപ്പ് കൊണ്ടതാണ്. ഒരാളെ തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞ് ദൈവനിയോഗം കൊണ്ട് തൻ്റെ സിദ്ധി കൊണ്ട് ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ആൾ തോമാസാണ്. തോമാസ് ഇന്ത്യയിൽ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അതായത് 12 ശിഷ്യരാണ് യേശുവിന്. ആ 12 ശിഷ്യരിൽ 10 ശിഷ്യരെയും കൊന്നത് യൂറോപ്പ്. 2 ശിഷ്യരിൽ ഒരു ശിഷ്യൻ തൻ്റെ ദൈവിക സിദ്ധി കൊണ്ട് ദൈവത്തിന്റെ സഹായം കൊണ്ട് തിളച്ച എണ്ണയാണ് രക്ഷപ്പെട്ടു. പിന്നെ ഒന്ന് ഇന്ത്യയിലേക്ക് 52-ൽ തോമാസ് ലീഹയാണ് ഒരു ശിഷ്യൻ. ഇന്ത്യയിൽ വന്നതുകൊണ്ട് യൂറോപ്പിൽ രക്ഷപ്പെട്ടു. അലക്സാണ്ടർ ആരാധിച്ചിരുന്നത് സ്യൂസിനെയാണ്. സ്യൂസാണ് തൻ്റെ അച്ഛൻ എന്ന് പോലും അലക്സാണ്ടർ പറയാറുണ്ടായിരുന്നു എന്ന് ചരിത്രരേഖകളിൽ കാണാം. സ്യൂസ് എന്നാൽ ആരാണ്? സ്യൂസ് എന്നാൽ ലോകം മുഴുവനും നശിപ്പിച്ച ഒരു യൂറോപ്യൻ ആരാധനാമൂർത്തിയാണ് സത്യത്തിൽ സ്യൂസ്. സ്യൂസിനെ വിമർശിക്കുന്ന വരികൾ ബൈബിളിൽ കാണാം. സ്യൂസ് എന്നാൽ ബാല്. ബൈബിൾ പിന്നീട് പഴയ ബൈബിളിലും പുതിയ ബൈബിളിലും ഉണ്ട്. അതായത് വിശുദ്ധ വേദപുസ്തകം എന്ന പേരിൽ നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർ കൊണ്ട് നടക്കുന്ന ന്യൂ ടെസ്റ്റ്മെന്റിലും ഓൾഡ് ടെസ്റ്റ്മെന്റിലും എല്ലാം ബാലിനെ വിമർശിക്കുന്ന വരികൾക്കാണ്. ആരാ ബാല്? ബാല് സ്യൂസ്. ആയിരക്കണക്കിന് കുട്ടികളെയാണ് ഫിറഔൻ കൊന്നത്. എന്തുകൊണ്ട്? ഒരു ധർമ്മനിഷ്ഠൻ വരാൻ പാടില്ല. അങ്ങനെയല്ലേ? പറ, അങ്ങനെയല്ലേ? എന്തുകൊണ്ട്? ഒരു ധർമ്മനിഷ്ഠൻ തലപൊക്കുമെന്നറിഞ്ഞു. അപ്പൊ ആ ധർമ്മനിഷ്ഠൻ തലപൊക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരുന്നത്? ആയിരക്കണക്കിന് ആയിരക്കണക്കായ കുട്ടികളെ കൊല്ലാണ് ഫിറഔൻ. ഈ കുട്ടികളൊന്നും ഫിറഔന് പ്രശ്നമില്ല. ഫിറഔന് പ്രശ്നം ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയെ കൊല്ലാൻ ഫിറൗനോട്ട് കഴിഞ്ഞിട്ടില്ല. ചരിത്രത്തിൽ നിയോഗം അങ്ങനെയാണ്. ചരിത്ര നിയോഗം അങ്ങനെയാണ്. ആരാണ് ഈ മൂസ എന്ന ആൾ അലൈഹിസ്സലാം ഊട്ടി വളർത്തിയതാരാ? ഫിറൗൻ തന്നെ. പലരും പറയും ഇപ്പൊ മൂപ്പര് നമുക്ക് എതിരെ. അങ്ങനെ തന്നെയാണ്. ഫിറൗന്റെ കൊട്ടാരത്തിൽ തന്നെയാണ് മൂസ ഉണ്ടാവുക. അത് ധർമ്മമാണ്. ഞാൻ മറ്റൊരു മൂസയാന്ന് വാദിക്കല്ല. ഞാൻ മൂസയാണോ ഈസയാന്ന് എനിക്കറിയില്ല. നബിയല്ല, നബി എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അതൊന്നും എനിക്കറിയില്ല. എനിക്കൊന്നറിയും. എനിക്ക് എൻ്റെ റബ്ബിനോടല്ലാത്ത. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോയാലും പ്രശ്നമില്ല. ഇപ്പം ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഇവിടെ നിന്ന് പോയി, പ്രശ്നമില്ല. എന്തുകൊണ്ട്? ഇതിൻ്റെ പേരിൽ ഒരു കവർ വാങ്ങുന്ന ആളല്ല ഞാൻ. അങ്ങനെയാണെങ്കിലല്ലേ സംഘാടകർ പറയാം നിങ്ങൾക്ക് ഇന്ന് കവറില്ല, കാരണം നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ വേറുള്ളവരൊക്കെ ഇറങ്ങിപ്പോയി. അപ്പം എനിക്കിനി കവറേ ഉള്ളൂ, കവറില്ല. കവർ വാങ്ങാത്തതുകൊണ്ട് കവറ് എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ ഏൽക്കൂല. ഏറ്റാൽ തന്നെ പോകില്ല. ഒരാൾ കുടുക്കിയാലാണ് ഇപ്പോഴത്തെ പ്രസംഗത്തിന് ഏൽക്കുക. ഏറ്റാൽ പോലും പോകാതിരിക്കാനാണ് നോക്കുക. എന്തുകൊണ്ട്? അവിടെ പോയ ഏറ്റവും ചുരുങ്ങിയത് അവർക്കനുസരിച്ച് പറയേണ്ടി വരും. ആവൂല. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്നെപ്പോലെ ഞാനിപ്പോൾ പണ്ഡിതന്ന് പറയല്ലേ, നമുക്ക് അതിൻ്റെ പിന്നാലെ താഴെ ഉമ്മറപ്പടിയിലുള്ള ആളുകൾ മാത്രമാണ്. പക്ഷെ നമുക്കൊരു ധർമ്മമുണ്ട്. എന്താ ധർമ്മം? ധർമ്മം നേരിനോടുള്ള പ്രതിബദ്ധതയാണ്. അതിൽ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. പിന്നെ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകും. ഞാൻ തിരുദൂതർ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിക്കണം. ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് അപേക്ഷിക്കണേ, എല്ലാവരും ആ പുസ്തകം വായിക്കണം. എന്തുകൊണ്ട്? ആ പുസ്തകം 1400 കൊല്ലത്തിനുള്ളിൽ മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത ഒരു തീമിലാണ് ആ പുസ്തകം വരുന്നത്. അതൊരു തൗഫീഖാണ്. അതെങ്ങനെ ഞാൻ എഴുതിയെന്ന് അറിയൂല. റിസർച്ചിന് എന്നെ സഹായിച്ച ഒരു ബെഞ്ചുണ്ട്, അത്രയേ ഉള്ളൂ. ആ പുസ്തകം ഒരു തൗഫീഖാണ്. ഇനി അതുപോലത്തെ പുസ്തകങ്ങൾ വന്നേക്കാം, പണ്ടില്ല. 1400 കൊല്ലത്തിനുള്ളിൽ ആ പുസ്തകം പോലെയുള്ളൊരു പുസ്തകം ഇല്ല. ഇനി ഉണ്ടാകാം, ഇനി എളുപ്പമാണ്, പക്ഷെ ഉണ്ടാക്കൂല. ഇനിയിപ്പോൾ പുസ്തകം പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 കൊല്ലമായിട്ട് ഞാൻ വിചാരിക്കണം. പുസ്തകം 1 കൊല്ലം ആയില്ല. പക്ഷെ അതുപോലത്തെ ഒരു ലേഖനം പോലും ഒന്നില്ല. എന്തുകൊണ്ട്? മേല് ചൊറിയും അങ്ങനെ പുസ്തകം എഴുതിയാൽ. ആരാണ് യഥാർത്ഥ ശത്രു എന്ന് നമ്മൾ ആ പുസ്തകത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കേൾക്കുന്നത് മക്കക്കാർ നബിയെ ആക്രമിച്ചു, മക്കക്കാർ ലാത്ത ഉസ്സ, അങ്ങനെ കേൾക്കും. അപ്പം എനിക്കതൊന്നും മനസ്സിലാവില്ല.
അല്ലെങ്കിൽ ഒരു ലോക്കൽസ് ആക്രമിച്ച ഒരു മനുഷ്യൻ എന്തിനാ ഇപ്പോൾ ഇത്ര വലിയൊരാളായിട്ട് ഒരു ലോക്കൽസിൻ്റെ മുന്നിൽ ആക്രമിക്കപ്പെടാൻ നിന്നുകൊടുത്ത മനുഷ്യൻ എങ്ങനെയാണ് ആ പടച്ചോൻ ഇത്ര വലിയൊരാളാവുക എന്ന ഒരു സന്ദേഹം എന്നെ പിടികൂടിയിരുന്നു കുട്ടിക്കാലം മുതൽ. അപ്പോൾ എനിക്കതൊന്നും തലേ കയറൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുറൈശ് ട്രൈബ്സ് ആക്രമിച്ചു, അതൊരു നേരാണ്. പക്ഷേ എന്താണ് കാരണം എന്നത് എനിക്ക് മനസ്സിലായില്ല. ആരും എനിക്ക് പറഞ്ഞു തന്നതുമില്ല. അതിന് സത്യത്തിൽ അതിനുള്ളൊരു അന്വേഷണത്തിലെത്തി. ആ അന്വേഷണത്തിൻ്റെ ഫലമാണ് തിരുദൂതർ നിയോഗം എന്ന പുസ്തകം. അത് എല്ലാവരും വായിച്ചിരിക്കണം. എന്നാൽ അത് മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമൊന്നും ഇല്ല. അപ്പം അമുസ്ലിം ആണെങ്കിലും മുഹമ്മദ് മുസ്തഫ ആണല്ലോ വലിയ ആള്. ഒരു വലിയൊരാളാണ്. മുഹമ്മദ് നബി എന്നറിയാത്ത ഒരാളില്ലല്ലോ. അവര് അങ്ങനെ നമ്മളൊരു കോൺഗ്രസ്സുകാരനല്ലെങ്കിലും ഗാന്ധി, മഹാനായ മഹാത്മാഗാന്ധി വലിയൊരാളാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ നമ്മളത് നോക്കുമല്ലോ. വലിയൊരാളല്ലേ. എന്താണെങ്കിലും അയാൾ നമ്മുടെ അനുകൂലമായാലും പ്രതികൂലമായാലും എന്താ പറഞ്ഞ്. അപ്പം എന്നതുപോലെ ആ തിരുദൂതർ നിയോഗം എന്ന പുസ്തകത്തിനൊരു കാരണമുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ശത്രുവിനെ കണ്ടെത്തി എന്നതാണ് ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാന കാരണം. ആ പുസ്തകത്തെ ശത്രുവിനെ കണ്ടെത്തിയതാണ്. ശത്രുവിനെ കണ്ടെത്താനുള്ള കാരണം നിലവിലുള്ള സൊസൈറ്റികളെ നിരാകരിച്ചതുകൊണ്ടാണ്. ഞാൻ സംഘടനക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ആ ശത്രുവിനെ കണ്ടെത്താൻ കഴിയൂലായിരുന്നു. സംഘടനയുടെ കുറ്റമല്ല, സംഘടനക്ക് അതിൻ്റെ ഗുണമുണ്ട്, ഫ്രെയിമുണ്ട്. പക്ഷെ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയില്ല. കണ്ടെത്താൻ കഴിയില്ല, പറയാൻ കഴിയില്ല. യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ കേരളത്തിൽ പുതിയ സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ചില ആളുകളൊക്കെ എന്നെ വിമർശിച്ചിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അത് തൗഹീദിന് വേണ്ടിയുള്ള യുദ്ധങ്ങളായിരുന്നില്ല. പകരം ധർമ്മത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി മാത്രമുള്ള യുദ്ധങ്ങളായിരുന്നു. ഇത് എൻ്റെ ആയുസിൻ്റെ വലിയ ഒരു കാലത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അത് സത്യമാണ്. ഇനി നിങ്ങൾ പഠിച്ചു നോക്കിയ എളുപ്പത്തിൽ കാര്യം മനസ്സിലാവും. അത് സത്യമാണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യം എന്തെന്നാൽ ലോകത്തിന് ഒരു ശത്രുവേ ഉള്ളൂ, രണ്ടാമത്തെ ശത്രുവില്ല. ഒറ്റ ശത്രുവാണ് ലോകത്തിനുള്ളത്. ഏത് ജനതയുടെയും ശത്രുവാണ്. ആ ശത്രു ധർമ്മപക്ഷത്തിനെതിരാണ്, ഹിന്ദു മതത്തിനെതിരാണ്, ക്രിസ്തു മതത്തിനെതിരാണ്, ശുദ്ധമായ ജൂതമതത്തിനെതിരാണ്, ഇസ്ലാം മതത്തിനെതിരാണ്, മൊറാലിറ്റിക്കെതിരാണ്, ഏഷ്യൻ ആഫ്രിക്കൻ സമൂഹത്തിന് പൊതുവിൽ എതിരാണ്. അങ്ങനെ ഒരു ജനത, ലോകത്തുള്ള ഒരേ ഒരു ജനത മധ്യധരണിയായിക്കപ്പുറത്തുള്ള ജനത മാത്രമാണ്. അവരിൽ നല്ലവരില്ലേ? ഉണ്ട്. പക്ഷെ അതിൻ്റെ പൊതു സ്വഭാവം. ഇപ്പോൾ ഏഷ്യക്കാരിലും ഇന്ത്യക്കാരിലും മോശപ്പെട്ടവരില്ലേ? ഇല്ലേ? ഉണ്ട്. പക്ഷേ ഇന്ത്യക്കാർ പൊതുവെ ധർമ്മനിഷ്ഠരാണ്. ഒരാളെ ചൂഷണം ചെയ്ത് അതിൽ നേടണമെന്നത് ഇന്ത്യയുടെ പൊതു സ്വഭാവമല്ല. ആരാണെങ്കിലും അത് വളരെ ചിന്തിക്കണം. ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്. അവരാണെങ്കിൽ പോലും ഒരു ആവറേജ് ധാർമ്മികത തന്നെയാണ് ആവറേജ് ഇന്ന് വരെ അവരിൽ നിന്ന് ഉണ്ടായത്. ഞാൻ തന്നെ പ്രവതീകരിക്കുകയോ ഒരു തെരഞ്ഞെടുപ്പിന് ഉപോത്ബലകമായ സ്റ്റേറ്റ്മെന്റ് ആക്കുകയോ ചെയ്യാനില്ല. പകരം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് യൂറോപ്പിനെ അഡാപ്റ്റ് ചെയ്യാത്ത കാലത്തോളം ഭാരതത്തിന് അതിൻ്റെതായ ധർമ്മനിഷ്ഠതയുണ്ട്. അത് ലോകത്തെ എന്തിനേക്കാളും ഉയർത്തിക്കാട്ടപ്പെടേണ്ട ഒരു സംഗതിയാണ്. 4 വേദഗ്രന്ഥവും വന്നത് ഏഷ്യയിലാണ്. എന്തുകൊണ്ട്? ഏഷ്യൻ സമൂഹം ധർമ്മ സമൂഹമാണ്. ധർമ്മം ഏഷ്യയുടെ പൊതു സ്വത്താണ്. നിങ്ങളെൻ്റെ കൂടെ ഇല്ലേ? മനസ്സിലാവണില്ലേ? 4 വേദഗ്രന്ഥങ്ങളിൽ ഒരു വേദഗ്രന്ഥം പോലും യൂറോപ്പിൽ വന്നില്ലല്ലോ. ഒരു വേദഗ്രന്ഥവും യൂറോപ്പിൽ വന്നില്ല. എല്ലാ വേദഗ്രന്ഥങ്ങളെയും യൂറോപ്പ് നശിപ്പിക്കുകയാണ് ചെയ്തത്. എല്ലാ വേദഗ്രന്ഥവും യൂറോപ്പ് നശിപ്പിച്ചു. ഹൈന്ദവതയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദര സമുദായമാണ്. ഞാൻ അവരിൽ കയറി പറയുന്നത് ശരിയല്ല. എന്നാലും ഒരു റിസർച്ച്,
പഠിക്കുന്ന വ്യക്തി എന്ന നിലയിൽ പറയാണ്, ഹൈന്ദവ സമൂഹത്തിൻ്റെ സ്വത്വം ഹൈന്ദവ സമൂഹത്തിന് ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോയി. ഒരു മതകീയ സൊസൈറ്റിയുടെ സ്വത്വം എന്ന് പറഞ്ഞാൽ വേദമാണ്. ഹൈന്ദവതയുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ ചതുർവേദങ്ങളാണ്. ചതുർവേദങ്ങളുടെയും 99% ചതുർവേദങ്ങളും BC-യിൽ നഷ്ടപ്പെട്ടു എന്നില്ല, AD-യിലേ ഇല്ല. എത്ര വേദത്തിന്റെ 99% വേദം ഹിന്ദു സമൂഹത്തിന്റെ കയ്യിലില്ല. അതൊരു പഠനമാണ്. ആ പഠനത്തിന് ഞാൻ ഡിപ്പെൻഡ് ചെയ്തത് ഹിന്ദു മഹർഷിമാരെയും ഹൈന്ദവ ഐഡിയോളജിയെ കുറിച്ച് ഉന്നതമായ പഠനം നടത്തിയ വർത്തമാന കാലഘട്ടത്തിലെ വലിയ വലിയ സ്കോളേഴ്സിനെ തന്നെ അവലംബിച്ച് എൻ്റെ ഈ പുസ്തകത്തിൽ ഞാൻ ചില അതിൻ്റെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. 99 വേദങ്ങളാണ് ഒരു സമൂഹത്തിൻ്റെ, ഒരു മതകീയ സമൂഹത്തിൻ്റെ അവരുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? വേദ. ചതുർവേദങ്ങളാണ് സത്യത്തിൽ ഹൈന്ദവതയുടെ അടിസ്ഥാന ബേസിക് ഐഡന്റിറ്റി. എന്നാൽ അതിൻ്റെ 99% വേദങ്ങളും ചതുർവേദങ്ങളിലെ 99% നശിപ്പിക്കപ്പെട്ടു BC-യിൽ. എന്തിലല്ല, AD-യിൽ പോലുമല്ല, BC-യിൽ. ആരാ നശിപ്പിച്ചത്? ഗ്രീക്കുകാർ. ഹൈന്ദവ സ്കോളേഴ്സ് എഴുതിയ സമുന്നതമായ ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എൻ്റെ കയ്യിലുണ്ട്, എല്ലാം ഉണ്ട്. പഠിച്ചിരിക്കുക, പഠിച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട്. ഒരിക്കലും ഇതിഹാസം എന്ന് പറഞ്ഞത് ഒരു വേദത്തിൻ്റെ, ഒരു മതകീയ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഐഡൻറ്റിറ്റി അല്ല. സ്മൃതികളോ ഇതിഹാസങ്ങളോ പുരാണങ്ങളോ ഒരിക്കലും അടിസ്ഥാനമല്ല. അടിസ്ഥാനം എപ്പോഴും വേദങ്ങളാണ്. വേദം നശിപ്പിക്കപ്പെട്ടു. ആരാ നശിപ്പിച്ചത്? ഗ്രീക്കുകാർ. അവസാനം നശിപ്പിക്കുന്നത് ആരാ? അലക്സാണ്ടർ. അലക്സാണ്ടർ എന്തിനാ വന്നത്? ഏഷ്യൻ രാജ്യങ്ങളിലെ വേദങ്ങളെ നശിപ്പിക്കാനാണ് വന്നത്. അന്ന് വേദങ്ങളായി ഉള്ളതിനെ മുഴുവൻ നശിപ്പിച്ചു. ക്രിസ്ത്യാനിറ്റി അതിനുശേഷം, അതായത് BC 356 ജനിച്ച് BC 323 അലക്സാണ്ടറുടെ മരണം. BC 326 കാലഘട്ടങ്ങളിലാണ് BC 332-ന്റെയും 326-ന്റെയും ഇടയിലുള്ള കാലഘട്ടങ്ങളിലാണ് അലക്സാണ്ടറുടെ ഏഷ്യൻ പടയോട്ടം. ഈ കാലഘട്ടങ്ങളിൽ അലക്സാണ്ടർ നശിപ്പിച്ചു. എന്തിനാ നശിപ്പിച്ചു? എന്തിനേയും നശിപ്പിച്ചു. ഉദാഹരണം പറയാ, തോറയെ നശിപ്പിച്ചു. ഇന്ന് യഹൂദ സമൂഹത്തിന്റെ കയ്യിൽ അടിസ്ഥാന തോറയില്ല. തെൽമൂദ് അവർ പ്രവാസ കാലഘട്ടത്ത് AD 2-ാം നൂറ്റാണ്ടിനോട് അനുബന്ധിച്ച് അവർ തന്നെ സ്മൃതിയിൽ നിന്ന് എടുത്തെഴുതിയതാണ് തെൽമൂദ്. ഇന്ന് അവരുടെ കയ്യിലുള്ളത് തോറയല്ല, തെൽമൂദാണ്. തോറ നശിപ്പിച്ചു. ആരാ നശിപ്പിച്ചത്? ഗ്രീക്കുകാർ. അതിന് കൂടുതൽ നേതൃത്വം നൽകിയത് ആരാണ്? മറ്റാരുമല്ല, അലക്സാണ്ടർ. ഇന്ത്യയിൽ ഒരു മതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധമതമാണ്. BC 6-ാം നൂറ്റാണ്ടായിരിക്കും ബുദ്ധമതത്തിന്റെ കാലം എന്ന് അനുമാനിക്കപ്പെടുന്നു. ബുദ്ധമതത്തെ നശിപ്പിച്ചു. ബുദ്ധമതം എന്താണെന്ന് ഇന്ന് ആർക്കും അറിയില്ല. എന്തുകൊണ്ട്? ബുദ്ധന്റെ വാക്യങ്ങളെല്ലാം നശിപ്പിച്ചു. ബുദ്ധൻ വന്നിട്ട് ഏകദേശം 2 നൂറ്റാണ്ട്, അതായത് ആ മതത്തിന്റെ ബാലാരിഷ്ഠിതയിൽ നിൽക്കുമ്പോഴാണ് അലക്സാണ്ടർ വരുന്നത്. നശിപ്പിച്ചു. സൗരാഷ്ട്ര മതത്തെ നശിപ്പിച്ചു. സൗരാഷ്ട്ര മതം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നബിയ സ്വാബിഈന എന്നൊരു വാക്കുണ്ട് ഖുർആനിൽ. സ്വാബികളായിരിക്കും അവർ എന്ന് അനുമാനിക്കപ്പെടുന്നു. ഈ സ്വരാഷ്ട്രീയരെ സംബന്ധിച്ചിടത്തോളം സ്വരാഷ്ട്രീയർ ഇന്ന് തീയാരാധകരാണ്. സ്വരാഷ്ട്രീയർ എന്തുകൊണ്ട്? അലക്സാണ്ടർ തീയാരാധകനാണ്. അലക്സാണ്ടർ അവരെ പരിവർത്തനപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഗ്രീസിന്റെയും മാസിഡോണിയയുടെയും കോളനികൾ സ്ഥാപിച്ചു. കോളനി എന്ന പദം പോലും വരുന്നത് ഗ്രീസിൽ നിന്ന്. കോളനി അതായത് ഒരു ദേശം മറ്റൊരു ദേശത്തെ സാമ്പത്തികവും
പൊളിറ്റിക്കലുമായ താല്പര്യത്തിന് വേണ്ടി അവരുടെ ഹിതമനുസരിച്ച് കൈവശം വെക്കുന്നതിനാണ് കോളനി എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഒരു ദേശം മറ്റൊരു ദുർബലമായ ദേശത്തെ എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി താല്പര്യത്തിന് വേണ്ടി കൈവശം വെക്കുന്നതിനാണ് കോളനി വാഴ്ച എന്ന് പറയുക. അത് ആ പദം തന്നെ പോലും വരുന്നത് ഗ്രീസിൽ നിന്ന്. കോളനി അടിസ്ഥാനപരമായി അതൊരു ഗ്രീക്ക് പദമാണ്. അങ്ങനെ കോളനികൾ ഉണ്ടാക്കി, നശിപ്പിക്കപ്പെട്ടു എല്ലാം 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 എല്ലാം. എന്നിട്ട് ആ സ്ഥാനത്തേക്ക് എന്ത് കൊണ്ടുവന്നു? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം എന്തു വന്നു? അലക്സാണ്ടറുടെ 4 പ്രധാനമന്ത്രിമാരുടെ ഭരണം വന്നു. പിന്നീട് അലക്സാണ്ടർ 33-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അലക്സാണ്ടർ ആരാധിച്ചിരുന്നത് സ്യൂസിനെയാണ്. സ്യൂസാണ് തൻ്റെ അച്ഛൻ എന്ന് പോലും അലക്സാണ്ടർ പറയാറുണ്ടായിരുന്നു. ഇന്ന് ചരിത്രരേഖകളിൽ കാണാം. സ്യൂസ് എന്നാൽ ആരാണ്? സ്യൂസ് എന്നാൽ ലോകം മുഴുവനും നശിപ്പിച്ച ഒരു യൂറോപ്യൻ ആരാധനാമൂർത്തിയാണ് സത്യത്തിൽ സ്യൂസ്. സ്യൂസിനെ വിമർശിക്കുന്ന വരികൾ ബൈബിളിൽ കാണാം. സ്യൂസ് എന്നാൽ ബാല്. ബൈബിൾ പിന്നീട് പഴയ ബൈബിളിലും പുതിയ ബൈബിളിലും ഉണ്ട്. അതായത് വിശുദ്ധ വേദപുസ്തകം എന്ന പേരിൽ നമ്മൾ ക്രിസ്തീയ സഹോദരന്മാർ കൊണ്ട് നടക്കുന്ന ന്യൂ ടെസ്റ്റ്മെന്റിലും ഓൾഡ് ടെസ്റ്റ്മെന്റിലും എല്ലാം ബാലിനെ വിമർശിക്കുന്ന വരികൾ കാണാം. ആരാ ബാല്? ബാല് സ്യൂസ്. നിങ്ങൾ ബാലിന്റെ പിന്നാലെ പോയി എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ഭാഗങ്ങൾ കാണാം. ഈ ബാല് വളരെ വളരെ നിങ്ങൾ ചിന്തിക്കണം. ബാലിനെ വിമർശിക്കുന്ന ഭാഗങ്ങൾ നമ്മുടെ ഈ പുസ്തകത്തിലുണ്ട്, ബൈബിളിന് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവക്ക് അനിഷ്ടമായത് ചെയ്ത് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് ബാൽ വിഗ്രഹങ്ങളെയും അശേരപ്രതിഷ്ഠകളെയും സേവിച്ചു. ന്യായാധിപന്മാർ അധ്യായം 3 വചനം 7. സംഖ്യാപുസ്തകം 25-ാം അധ്യായം 3-ാം വചനം. അങ്ങനെ ഇസ്രായേല്യർ പിയോറിലെ ബാലിനോട് ചേർന്നു. ദൈവത്തിന്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. അപ്പോ ആരാ ഈ ബാൽ? ആരാ ബാൽ? സ്യൂസ് ആണ്, യൂറോപ്യനായ സ്യൂസ്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പൈശാചിക പ്രതിഷ്ഠകളെ കയറ്റിയത് അടിസ്ഥാനപരമായി യൂറോപ്യനാണ്. അതിന് ഏറ്റവും കൂടുതൽ പണിയെടുത്തത് 33-ാമത്തെ വയസ്സിൽ അലക്സാണ്ടർ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരു അധികാരം യൂറോപ്യർക്കല്ലാതെ മറ്റാർക്കും അധികാരമല്ല. ആ അധികാരത്തിൽ മുറ്റി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് പിന്നീട് സീസർ വന്നു. സീസർ BC 1-ാം നൂറ്റാണ്ടിലാണ് സീസർ വരുന്നത്. സീസർ ഇതിൻ്റെ മറ്റൊരു മൂർത്തിയാണ്. പിന്നീട് വരുന്നത് എന്താ? ആ സമയത്താണ് മഹാനായ യേശുദേവൻ സയ്യിദുനാ ഈസ വരുന്നത്. നിർഭയമായി തനിക്ക് ലഭിച്ച വേദഗ്രന്ഥം സമൂഹത്തിൽ സമർപ്പിക്കാൻ പോലും ആ മഹാന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അധികാരം മുഴുവനും ആരുടെ കയ്യിലാണ്? യൂറോപ്യരുടെ കയ്യിൽ. നിങ്ങൾ വളരെ ചിന്തിക്കണം. മാനവരാശിയുടെ ധർമ്മം മുഴുവനും ഏത് കാലത്തും നശിപ്പിച്ചത് യൂറോപ്യരാണ്. ഇത് പഠിക്കണം. ഇതിൻ്റെ ഒരു സെക്കൻഡ് ഭാഗം കൂടി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. അത് പഠിക്കണം. അത് പഠിക്കുന്നിടത്ത് മുസ്ലിം പണ്ഡിതന്മാർ ആദ്യകാലത്ത് കാണിച്ച ശുഷ്കാന്തി ഇന്ന് മുസ്ലിം പണ്ഡിതന്മാർ കാണിക്കുന്നില്ല എന്നിടത്താണ് സമൂഹത്തിൽ നിഫാഖ് വളരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. യേശുദേവൻ ആരാ? പിലാത്തോസാണ് കുരിശ് തറക്കാൻ വേണ്ടി വിധിക്കുന്നത്. കുരിശിൽ തറച്ചോ തറച്ചില്ലേ എന്ന കാര്യത്തിൽ മാത്രമാണ് നമ്മളും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള തർക്കം. എന്നാൽ കുരിശിൽ തറക്കാൻ വിധിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. മനസ്സിലായില്ല? കുരിശിൽ തറച്ചോ തറച്ചില്ലേ, ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിൽ തർക്കമുള്ളത്. കുരിശിൽ തറക്കാൻ പിലാത്തോസ് വിധിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. ആരാ പിലാത്തോസ്? ജെറൂസലേമിലെ ഗ്രീക്കുകാരുടെ ഗവർണർ. അപ്പോൾ ഗ്രീക്കുകാരുടെ ഭരണമാണ് അന്ന് എവിടെയുള്ളത്? ജെറൂസലേമിൽ ഉള്ളത്. എന്താണ് അവർ ചെയ്യാൻ? കട്ടുകൊണ്ടുപോവുക. ഒരു നാടിനെ വിശ്വാസം നശിപ്പിക്കാം, ആ നാടിനെ തന്റെ അടിമകളാക്കാം, ആ നാടിലെ സമ്പത്ത് മുഴുവൻ കൊണ്ടുപോകും. ഖാലൂ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ് ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദ. അവരിങ്ങോട്ട് കയറി വരും. എന്തിന്? കക്കാൻ. അതായത് മറ്റൊരു നാട്ടിൽ കയറി ഇങ്ങനെ കട്ടുകൊണ്ടു പോകുന്നതിന് ഒരു മടിയുമില്ല. എന്തുകൊണ്ട്?
അവർ അർഹരല്ല എന്നതാണ് യൂറോപ്യൻ മേൽക്കോയ്മ, ഒരു വിശ്വാസമാണ്. അവർ ഞങ്ങൾ വേറിട്ട ജനതയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇന്ത്യയെ കോളനിയാക്കിയിട്ട് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടനിലേക്ക് കടത്തി കൊണ്ടുപോയത് പിൽക്കാലത്ത് അതേക്കുറിച്ച് പറഞ്ഞ പഠനത്തിൽ ഏറ്റവും ചെറിയൊരു പഠനം, ഏറ്റവും ചുരുങ്ങിയത് അക്കാലത്തെ 3600 ലക്ഷം കോടി രൂപയുടെ ഇന്ത്യൻ സമ്പത്തെങ്കിലും ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടിട്ടുണ്ടെന്നാണ്. മനസ്സിലായില്ല? അക്കാലത്തെ 3600 കോടിയല്ല, 3600 ലക്ഷം കോടിയുടെ സമ്പത്തെങ്കിലും ആ കുറഞ്ഞ കാലത്തിനുള്ളിൽ ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടാവും. അവരാരാ? പരിഷ്കൃത ജനത. എന്നിട്ടാണ് അവരാണിത് ചെയ്യുന്നത്. എന്തുകൊണ്ട്? നമ്മളൊരു നല്ല മനുഷ്യരായി അവർ കണക്കാക്കുന്നേയില്ല. ഒരു ജീവിക്കാൻ അർഹതയുള്ള ജനതയായി അവർ നമ്മളെ കണക്കാക്കണില്ല. പിന്നെ നമുക്ക് എന്ത് സംഭവിച്ചാലെന്താ? ബ്രിട്ടീഷുകാർ വരുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പന്ന രാജ്യം ഇന്ത്യയാണ്. ബ്രിട്ടീഷുകാർ പോകുമ്പോൾ ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യം ഇന്ത്യയാണ്. ഒരു വിഷമർക്കില്ല, കൊല്ലുന്നതിന് മടിയില്ല, ഒന്നുമില്ല. കോടിക്കണക്കായ ആളുകളെ ഓരോ ദേശങ്ങളിലും കോടിക്കണക്കായ ആളുകളെ കൊല്ലം അവർക്ക് മടിയില്ല. വേദങ്ങളെ നശിപ്പിച്ചു എല്ലാം. ഹിന്ദു മതത്തെ നശിപ്പിച്ചു, ജൂതമതത്തെ നശിപ്പിച്ചു, ക്രിസ്ത്യാനിറ്റിയെ എണീറ്റിക്കാൻ കഴിയാതെയാക്കി. എന്തുകൊണ്ട്? ക്രിസ്ത്യാനിറ്റിയിൽ യേശുദേവന്റെ 12 ശിഷ്യന്മാരിൽ 10 ആളെയും യൂറോപ്പ് കൊണ്ടതാണ്. ഒരാള് തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞ് ദൈവനിയോഗം കൊണ്ട് തൻ്റെ സിദ്ധി കൊണ്ട് ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ആൾ തോമാസ് ഇന്ത്യയിൽ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അതായത് 12 ശിഷ്യരാണ് യേശുവിന്. ആ 12 ശിഷ്യരിൽ 10 ശിഷ്യരെയും കൊന്നത് യൂറോപ്പ്. 2 ശിഷ്യരിൽ ഒരു ശിഷ്യൻ തൻ്റെ ദൈവിക സിദ്ധി കൊണ്ട്, ദൈവത്തിന്റെ സഹായം കൊണ്ട് തിളച്ച എണ്ണേന്ന് രക്ഷപ്പെട്ടു വന്നു. പിന്നെ ഒന്ന് ഇന്ത്യയിലേക്ക് 52-ൽ തോമാസ് ശ്ലീഹയാണ് ഒരു ശിഷ്യൻ. ഇന്ത്യയിൽ വന്നതുകൊണ്ട് യൂറോപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഈ മതങ്ങളെ എല്ലാം നശിപ്പിച്ചു. അവിടെയാണ് ഖുർആൻ സൂറത്ത് സൊഫിൽ പറയുന്ന ഒരു ആയത്തിനെ, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. സൊഫിലാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. يريدون വെളിച്ചം കെടുത്തിയ ആ ജനത ഉദ്ദേശിച്ചു കൊണ്ടേയിരിക്കുന്നു. ലിയുത്ഫിഉ എന്നും കെടുത്തിക്കളയാൻ നൂറല്ലാഹി അള്ളാഹുവിൻ്റെ പ്രകാശത്തെ. ഒരു ജനതയാണ് ലോകത്തെ വെളിച്ചത്തെ ഊതിക്കെടുത്തത്. യുരിദൂന, അറാദു എന്നല്ല. അറാദു എന്നാണെങ്കിൽ എന്താർത്ഥം? എന്നോ ഒരിക്കൽ അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. യുരിദൂന, അവരെക്കാലത്ത് ഉദ്ദേശിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്, ഇനിയും ഉദ്ദേശിച്ചുകൊണ്ടേ ഇരിക്കും. ലിയുത്ഫിഉ കെടുത്തിക്കളയാൻ, നൂറല്ലാഹി അള്ളാഹുവിൻ്റെ പ്രകാശത്തെ കെടുത്തിക്കളയാൻ എന്നും അവർ ഉദ്ദേശിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. എന്നും പ്രസന്റ്. അല്ലാഹു മുത്തിമ്മു നൂരി, അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലോ കരിഹൽ കാഫിറൂൻ, നിഷേധികൾ എത്ര എതിര് പ്രവർത്തിച്ചാലും, എത്ര വെറുത്താലും, എത്ര അവർ എതിര് ചെയ്താലും അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ആരാണ് ഈ നമ്മൾ അവിടെ പഠിക്കുക? നമ്മൾ ഈ മറ്റ് വേദങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ പോരല്ലോ. ആരാ നഷ്ടപ്പെടുത്തിയത്? യൂറോപ്യൻസ്. അവരെല്ലാ വേദത്തിനും എതിരാണ്.
ഏത് കാലത്തെയും ദൈവവിശ്വാസത്തിന് എതിരാണ്. എന്നും അവർ പിശാചിനെ ഒളിച്ചു കടത്തിയ ജനതയാണ്. അപ്പോഴാണ് മുഹമ്മദ് മുസ്തഫ AD 7-ാം നൂറ്റാണ്ടിൽ നുബുവത്ത് കിട്ടുന്നത്. 610 മുഹമ്മദ് മുസ്തഫക്ക് നുബുവത്ത് കിട്ടി. അതങ്ങോട്ട് നിന്നു. മക്ക ഇസ്മായിലേറ്റ്സ് ആണ്. ഇസ്മായിലേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് യൂറോപ്പ് അവരെ നശിപ്പിക്കാൻ അങ്ങോട്ട് വന്നില്ല. കാരണം അലക്സാണ്ടർ പല തവണ അതിൻ്റെ പരിസരത്തൂടെ യാത്ര പോയിട്ട് ഒരിക്കൽ പോലും മക്കയിലേക്ക് അലക്സാണ്ടർ ഒരു പടയോട്ടം നടത്തിയിട്ടില്ല. കാരണം അലക്സാണ്ടർക്ക് കൊണ്ടുപോകാനുള്ള ഒരു പശയോ നനവോ എവിടെ ഇല്ല? മക്കയിൽ. മക്കാർ ഒരു ദരിദ്രരാ. അങ്ങനെയാണല്ലോ. അപ്പോൾ ദാരിദ്ര്യത്തിന് വേണ്ടി സൂറത്തുണ്ടല്ലോ, ലി ഈലാഫി ഖുറൈഷിൻ ഈലാഫിഹിം രഹലത്തെ ശിതാഇ വസ്സൈഫ്. കൊല്ലത്തിൽ 2 ശൈത്യത്തിലും ഉഷ്ണകാലത്തും അവർ യമനിലേക്കും ജെറൂസലേമിലേക്കും 2 യാത്രകൾ നടത്തും. ഇവിടെ ഉള്ളത് അവിടെ കൊടുക്കും, അവിടെ ഉള്ളത് ഇവിടെ കൊണ്ടു കൊടുക്കും. അങ്ങനെയാണ് അവർ ജീവിച്ച്. പിന്നെ വേട്ടയാടും. പിന്നെ യൂറോപ്പ് പിൽക്കാലത്ത് അവരിൽ കയറി വന്നതാണ്. അതൊക്കെ ഈ പുസ്തകം വിശദീകരിച്ചിട്ടുണ്ട്. കൃത്യം വിശദീകരിച്ചു. ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത വിധം ഈ പുസ്തകം തിരുദൂതർ നിയോഗം എന്ന ഈ പുസ്തകം എങ്ങനെയാണ് യൂറോപ്പ് മക്കയിലേക്ക് വന്നത് വിശദീകരിച്ചിട്ടുണ്ട്. യൂറോപ്പ് മക്കയെ നശിപ്പിച്ചു. 2 നൂറ്റാണ്ട് യൂറോപ്പ് മക്കയിൽ വിളയാടിയപ്പോൾ അള്ളാഹു മാണിക്കക്കല്ലിനെ കൊടുത്തു മക്കയിൽ. അതാണ് മുഹമ്മദ്. അപ്പോഴെല്ലാം ആ മനുഷ്യൻ ചെയ്തത് മുഴുവനും യൂറോപ്പിനെ ഒതുങ്ങി അനങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ പറയട്ടെ, 3-ാം നൂറ്റാണ്ടിൽ ആൻഷ്യന്റ് റോമാ സാമ്രാജ്യം തകർന്നു. ആൻഷ്യന്റ് റോമാ സാമ്രാജ്യം 3-ാം നൂറ്റാണ്ടിൽ തകർന്നപ്പോൾ 4-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു? 2 റോമാ സാമ്രാജ്യമായി മാറി. അതായത് ഈസ്റ്റ് റോമാ സാമ്രാജ്യവും ബൈസന്റിയൻ, വെസ്റ്റ് റോമാ സാമ്രാജ്യവും 2ആയി. വെസ്റ്റേൺ റോമാ സാമ്രാജ്യം പിൽക്കാലത്ത് തകർന്നു. പിന്നീട് അപ്രമാദിത്വം, അധികാരം മുഴുവനും ഈസ്റ്റേൺ റോമാ സാമ്രാജ്യത്തിന്റെ കയ്യിൽ വന്നു, ബൈസന്റിയൻ. അത് വരുന്നത് AD 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ. ഏകദേശം എന്താ പറയുക, കോൺസ്റ്റാന്റൈൻ ചക്രവർത്തിയാണ് അത് കൊണ്ടുവരുന്നത്. AD 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ. 6-ാം നൂറ്റാണ്ടിന്റെ മധ്യം കഴിയുമ്പോൾ മുഹമ്മദ് മുസ്തഫ വരിക. അപ്പോൾ മുഹമ്മദ് മുസ്തഫ വരുമ്പോൾ ബൈസന്റിയൻ റോമാ സാമ്രാജ്യം അടക്കി വാഴുക. എവിടെ? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും യൂറോപ്പിലും. ഈസ്റ്റേൺ റോമാ സാമ്രാജ്യം തകർന്നിട്ടുണ്ട്. ആ കാലത്തെ അപ്പോൾ ലോകത്ത് മുഴുവൻ ഇരുട്ടാണ് പരത്തി. ആ വേദങ്ങൾ അവർക്കനുസരിച്ച് വളച്ചൊടിച്ചു. അവരുടെ താല്പര്യങ്ങളനുസരിച്ച് മതത്തെ സ്വാധീനിച്ചു. അവരെന്നും പിശാചിനെ ഒളിച്ചു കടത്തും. പിശാചില്ലാതെ യൂറോപ്പിന് ജീവിക്കാൻ കഴിയില്ല. ഒരു ഉദാഹരണം ഞാൻ മറന്നു പോകുമെന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു പറയാം. മിനിഞ്ഞാന്നൊരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ലോകത്ത്. എന്താണത്? ഹലോവിൻ ഡേ. എന്താണത്? ആരാണ് ഹലോവിൻ ഡേയുടെ പിതാക്കൾ? ആരാ? യൂറോപ്യൻസ്. സ്പേസിൽ വരെ ആഘോഷിക്കും. മനസ്സിലായില്ല? സ്പേസിൽ ഇരിക്കുന്നവരെ വരെ എന്താഘോഷിക്കും? ഹലോവിൻ ഡേ ആഘോഷിക്കും. പിശാചിനൊരു ദിവസം ഒക്ടോബർ 31 പിശാചിന്റെ ദിവസം അവർ കണക്കാക്കിയത്. അതേ ഏതോ കാലം മുതൽ ഒളിച്ച് കടത്തി കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് പിന്നീട് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി അതിൽ അടിമപ്പെട്ടു. അതായത് ദ റൈസ് ഓഫ് വെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് പടിഞ്ഞാറ് സൂര്യോദയത്തിന്റെ 1-ാം ഭാഗം. ഇനി പടിഞ്ഞാറ് സൂര്യോദയം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ സ്പിരിച്വലി പടിഞ്ഞാറിന്റെ സൂര്യോദയം നടന്നു കഴിഞ്ഞു. ഇനി ഫിസിക്കലി സൂര്യോദയം ഉണ്ടായാൽ മതിയോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ആവോ? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അതായത് സ്പിരിച്വലി ഒരു പടിഞ്ഞാറിൻ്റെ സൂര്യോദയം ഉണ്ടായിട്ടുണ്ട്. അത് എന്നാണ്? അത് യൂറോപ്പിനെ ഒതുക്കി മുഹമ്മദ് മുസ്തഫ ഏകദേശം ഒരു 9 നൂറ്റാണ്ട് അനങ്ങാൻ കഴിയില്ല. എന്തുകൊണ്ട്? മുസ്ലിങ്ങളും ക്രിസ്ത്യാനിറ്റിയും ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയും ഓർത്തഡോക്സ് ജൂതന്മാരുമെല്ലാം ഒരുമിച്ച് നിന്നു. എന്തിനെതിരെ? അങ്ങനെ പറ, തന്നെ കൃത്യ മറുപടി. യൂറോപ്പിനെതിരെ. അനങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിൽ പിന്നെ അവർ പുറത്തു വരുന്നത് 10-ാം നൂറ്റാണ്ടോട് കൂടെ ഹോളി റോമൻ എംപയർ വരുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ യൂറോപ്പ് 11-ാം നൂറ്റാണ്ടിൽ
10-ാം നൂറ്റാണ്ടിന്റെ 11-ാം നൂറ്റാണ്ടിന് അവസാനം കുരിശ് യുദ്ധങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെല്ലാം ഒതുക്കാൻ ആ കാലഘട്ടത്തിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എളുപ്പമായിരുന്നു. ഒരിക്കലും, അതായത് യൂറോപ്പിന്റെ ഒരു കൊള്ളയാണ് യഥാർത്ഥത്തിൽ കുരിശ് യുദ്ധം. കുരിശിന് അതിന്റെ മേൽ ചാർത്തപ്പെട്ടതാണ്. ഒരിക്കലും അത് ക്രിസ്ത്യാനിറ്റിയുടെ മേൽ ചേർത്ത് വെക്കാൻ പാടില്ല. അത് യൂറോപ്പിന്റെ ഒരു കൊള്ളയാണ്. അതിൽ യൂറോപ്പിനെ പ്രതിരോധിച്ചത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നിച്ചു നിന്ന. പക്ഷെ ആ പ്രതിരോധ മുറ AD 16-ാം നൂറ്റാണ്ടായപ്പത്തിന് ക്ഷണിച്ചു.